അമേരിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തമ പറഞ്ഞു. ആ എന്നാലും ഒന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മുടെ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിച്ചു പോകണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 ഒന്ന് നിർത്തുക. അല്ല തമ്പ്യത്തിയ എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൂടെ വേണം കയറിക്കോ. ഇതാര്? നമ്മുടെ പട്ടേരത്ത് പപ്പനാഥ സാറല്ലയോ? അല്ലല്ലോ. അല്ല ഉണ്ണിത്താനത്തിയാവല്ലോ. ഞാൻ ആകെ അങ്ങ്. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടി അല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞു? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അയ്യോ എന്റെ മുണ്ടെന്തിയെ? ആരെ അടിയത്? ഈ മിണ്ടുന്നില്ലല്ലോ. എടി ആരാടി എന്റെ മുണ്ടെടുത്തത്? എടി ആരാണെന്ന്? എടായോ? അതാരാ? ഞാനെന്ന് പറഞ്ഞ? ഞാനാ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട് നല്ല കാര്യമായി. ഞാൻ കുളിക്കാൻ പറഞ്ഞു വെച്ചതാ. ഞാൻ ഉടുത്തുപോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെയാ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാൻ ഇപ്പൊ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണായിരുന്നു. എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്ക് വേറെ ആരും അറിയണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാതെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് വന്ന് എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം. നിങ്ങളുടെ മുണ്ടം ഒരു മനുഷ്യനോട് ഒരു മുണ്ടാനും സമ്മതിക്കത്തില്ല. അയ്യേ എന്താ? അവിടെ വലിയ മോൾ കറങ്ങി അതുണ്ട്.
ഉം. നിക്കാൻ. താൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം തട്ടിമുറത്താണോ മൂത്രം ഒഴിക്കാൻ? അല്ല മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് ഇട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പോ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. എന്നാ ഇവിടെ മൂത്രം ഒഴിക്കും. ഇവിടെയോ? ഇവിടെ ഒഴിക്കേ. ഒഴിക്കേ. കിണ്ടി. ഞാൻ കണ്ടു. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി കിണ്ടി. താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കംന്ന്. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിന് കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല് അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായത് വേണോ? എന്നാപ്പോ കിണ്ടി. അല്ല കിണ്ടി 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 കിണ്ടി. എന്താ എങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? അയ്യോ, എടി കൊച്ചെ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. ഉണ്ട് ഉണ്ട്. ദേ പോണു. എവിടെ? ദേ പോണു. ദേ അവിടെ. ചേടാ, ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ തമ്പിളിയാ. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് കയറിയല്ലേ? എന്താ താൻ എന്താ തന്നെ പഠിക്കുന്നത്? BA. എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദി അല്ല ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്ക് എപ്പടി തമിഴ് പേശാൻ? ഇടോ, തന്നെ കണ്ടാൽ തന്നെ അറിയാവിടെ താൻ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. താൻ രാത്രി പുറത്തെവിടെ അവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്നു? ഞാൻ കൊന്നില്ലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ ഒന്ന് അറിയണം. എല്ലാരും കൂടെ എന്നെ സ്നേഹി വെച്ച് വെറുതെ ഭ്രാന്തിയാക്ക. എനിക്കറിയാം. ചന്തക്കുട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ.
ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന്. ഛെ, 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 ഛെ. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും അങ്ങ് വലിയ സീരിയസാ. വാ 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 വാ